നല്ല നാടൻ കറികൾ വെച്ചിട്ട് നല്ലൊരു ഡിന്നർ കഴിച്ചാലോ? എന്തൊക്കെയാണെന്നറിയോ? നല്ല ചക്ക വേവിച്ചത്, അതേമാതിരി മാങ്ങാക്കറി, പിന്നെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് പറ്റിച്ച അയലക്കറി, വൻപയർ തോരൻ, അതേമാതിരി മോരുകറിയും പിന്നെ കുറച്ച് ചോറും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. അങ്ങനെ ചോറൊക്കെ എടുത്ത് കഴിക്കാനിരുന്നപ്പോഴാണ് അമ്മ എനിക്കും വാരി തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ പുത്രി വന്നത്. അതാകുമ്പോൾ അധ്വാനം ആവശ്യമില്ലല്ലോ, ഞാൻ തന്നെ വാരി കൊടുക്കുകയും ചെയ്യും. എൻ്റെ അമ്മ ഞാൻ വലുതായി കഴിഞ്ഞിട്ടും എനിക്ക് വാരി തരുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കുശുമ്പാണെന്ന് തോന്നുന്നു എൻ്റെ കൊച്ചും. അമ്മയ്ക്ക് അമ്മൂമ്മ വാരി തരുമായിരുന്നല്ലോ, പിന്നെ എനിക്കെന്താ വാരി തന്നാൽ. ഞാൻ വിചാരിക്കും പോട്ടെ സാരമില്ലെന്ന് വിചാരിച്ച് നമുക്കും ഒരു സന്തോഷം നമ്മുടെ കൊച്ചിന് വാരി കൊടുക്കുമ്പോൾ. ഈ ചക്ക വേവിച്ചതിൻ്റെ കൂടെ ഉണ്ടല്ലോ, പണ്ട് ചില സമയത്ത് നമ്മൾ വൈകുന്നേരം ഇത്തിരി മാങ്ങാക്കറിയോ ഇത്തിരി മോരുകറിയോ ഒക്കെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എല്ലാ സമയത്തും മീനൊന്നും കാണത്തില്ലല്ലോ. പക്ഷേ ഇത് ഏതിട്ടത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു കോമ്പിനേഷനാണല്ലേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ചക്ക അരിയണമെന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നതാണ് ഗൈസ്. നിങ്ങൾക്കറിയാം, അത്രയും ഭ്രാന്താണ് എനിക്ക് ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചക്കയുടെയൊക്കെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടുന്ന ചക്ക, അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.